ഹായ് എവരി വൺ. അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അനുപമ പരമേശ്വരന്റെ ഒരു ഇന്റർവ്യൂ ഭയങ്കര വൈറലായിട്ട് കാണാനിടയായി. പലരും ഇതിനോടകം കണ്ടു കാണും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ഇന്റർവ്യൂ ഇത്രയും വൈറലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ ഇന്റർവ്യൂ തന്നെയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ അനുപമ പരമേശ്വരൻ ആയിട്ടുള്ള കുറെ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇതായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആദ്യം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റർവ്യൂയിലേക്ക് കടക്കാം. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തോളമായി ഈ അനുപമ ഒരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. അപ്പൊ ധ്രുവ് വിക്രം ആയിട്ടാണ് റിലേഷൻഷിപ്പ് എന്നാണ് പലരും പരക്കെ അറിഞ്ഞിരുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ധ്രുവ് വിക്രമും അനുപമ പരമേശ്വരനും തമ്മിൽ എവിടെയാണെങ്കിലും പോകുന്നതും വരുന്നതും ഒക്കെ ഈ 2 വർഷമായിട്ട് ഒരുമിച്ചായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ സോഷ്യൽ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെല്ലായിടത്തും ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് രണ്ടുപേരും ഒരുമിച്ച് പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇവര് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അനുപമ കുറച്ച് പോസ്റ്റ് ഇട്ട് പകുതിയേ ഇടത്തുള്ളൂ, ബാക്കി പകുതി ധ്രുവ് വിക്രമിന്റെ പിന്നെ അക്കൗണ്ടിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ പകുതിയായിട്ട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും ഓർക്കും ഇവര് തമ്മിൽ നല്ല റിലേഷൻഷിപ്പിലാണെന്ന്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്നൊരു ദിവസം ധ്രുവ് വിക്രമിനെ അനുപമ അൺഫോളോ ചെയ്തു. അതിന് പിന്നാലെ പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു. ആ പോസ്റ്റ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചില മനസമാധാനത്തിന് വേണ്ടി നമ്മൾ റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിവാകണം, അല്ലെങ്കിൽ പിന്നെ മനസമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ചില ബന്ധങ്ങളെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോസ്റ്റ്. ആക്ച്വലി ഇന്ന് ഞാൻ മനസമാധാനം കണ്ടെത്തിയിരിക്കുന്നു. ഇന്നു മുതൽ ഞാൻ എന്റെ ജീവിതത്തെ തിരഞ്ഞെടുക്കുന്നു, എന്റെ സ്വത്വത്തെ തിരഞ്ഞെടുക്കുന്നു. എനിക്കിനി ആരുടെയും അനുമതി വേണ്ട, ആരെയും ഭയപ്പെടണ്ട. ഞാൻ മാത്രമായി ജീവിതത്തിൽ എന്നെ തന്നെ കണ്ടെത്തുകയും ഒരിക്കൽ ഞാൻ മറന്നുപോയ എന്റെ ജീവിതത്തെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഇത്രയും നാളായി ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. വളരെ കാലമായി പറയാൻ അനുവാദമില്ലാത്തൊരു കാര്യം. ഐ ലവ് യു ഓൾ. ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. ഈ ഒരു പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വന്ന ഒരാളുടെ ഒരു സന്തോഷം. ആ ഒരു അനുഭവമാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ ഈ പോസ്റ്റ് വായിച്ച കുറെ പേർക്ക് മനസ്സിലായിട്ടുണ്ട് ധ്രുവ് വിക്രമിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അങ്ങനെ ഈ ധ്രുവ് വിക്രം അനുപമ പരമേശ്വർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്നുള്ള രീതിയിൽ എല്ലായിടവും വാർത്തകളായി. അപ്പൊ അങ്ങനെ ഇരിക്കെയാണ് ഈ അനുപമയുടെ പുതിയ ഒരു സിനിമ ക്രൈസി കല്യാണം എന്താണെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു പടത്തിലെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. നമുക്ക് എന്തായാലും ఆ ചോദ്യവും మరబడిയും ഒക്കെ ഒന്ന് కేటు നോക്കാം. ఒక చిన్న విషయం అడగాలి మిమ్మల్ని. లాస్ట్ కపుల్ ఆఫ్ వీక్స్ మేబీ మోర్ మీ ఇన్స్టాగ్రామ్ ఫీడ్ అంతా కూడా కొన్ని క్రిప్టిక్ మెసేజెస్ తో నిండిపోయి ఉంటుంది. అండ్ మీ స్పీచ్ లో కూడా రిపీటెడ్ గా మీరు యు ఆర్ టాకింగ్ అబౌట్ సమ్ బ్యాడ్ డేస్. మీకు అభ్యంతరం లేకపోతే హోప్ఫుల్లీ యు ఆర్ ఆల్ రైట్. ఐ యామ్ ఫెంటాస్టిక్ అండి. మీకేమనిపిస్తుంది నన్ను చూసి? అంటే నిన్న ఒక పోస్ట్ పెట్టారు, యు వెంట్ త్రూ ఏ వెరీ రఫ్ ఇయర్ బట్ యు ఆర్ ఫ్యాబులస్ అని చెప్పి. ఎస్, అది నిజం. అందుకే నేను ఇంత ఓపెన్ గా హ్యాపీగా మాట్లాడగలుగుతున్నాను ఈ రోజు. సో ఐఎమ్ ఇన్ అ వెరీ గుడ్ స్పేస్. ఐ విష్ ఐ వాస్ ఇన్ దిస్ కైండ్ ఆఫ్ స్పేస్ వెన్ వీ డిడ్ క్రేజీ కళ్యాణం. ఇంకా క్రేజీ ఉండేది, బట్ అప్పుడు లేదు. ఇప్పుడు ఐ ఆమ్ ఇన్ అ గుడ్ స్పేస్ అండి. മാധ്യമ പ്രവർത്തക ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ മോശം അവസ്ഥയിലായിരുന്നല്ലോ എന്നാണ്. അപ്പൊ പുള്ളിക്കാരി പറയുന്നത് ഞാനിപ്പോ എല്ലാം കൊണ്ട് ഹാപ്പിയാണ്, ഞാൻ ഒരു മോശം അവസ്ഥയിലായിരുന്നു, ഇപ്പൊ ഞാൻ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് നിൽക്കുന്നത് എന്നൊക്കെയാണ് പുള്ളിക്കാരിയുടെ മറുപടി. അങ്ങനെയാണ് ധന്യവർമ്മയുടെ ചാനലിൽ അനുപമ പരമേശ്വരന്റെ ഒരു ഇന്റർവ്യൂ കൂടെ വീണ്ടും വരുന്നത്. അപ്പോ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഷോക്കായി പോയി. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ നേരിട്ട് കേൾക്കുന്നതായിരിക്കും നല്ലത്. അനുപമ പറയുന്നത്, I have gone through narcissistic abuse for 2 years. കേട്ടില്ലേ? വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നാർസിസ്റ്റിക് അബ്യൂസ് എന്താണെന്നുള്ളത് ഇതിനോടൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് നാസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരു രോഗാവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലാകാൻ നേരത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇവരെന്ന് പറയുന്ന ഹൈലി ടോക്സിക് ആൾക്കാരായിരിക്കും. ഇവരുടെയൊക്കെ വലയിൽ പെട്ടുപോയാൽ പിന്നെ ജീവിതത്തിൽ തിരിച്ചു കയറാൻ പറ്റത്തില്ല. ഇവന്മാര് നമ്മളിങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളയും. ഇപ്പൊ എനിക്ക് പറയാനുണ്ടെങ്കിൽ ബാല അമൃത സുരേഷ് റിലേഷൻഷിപ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അതില് അമൃത സുരേഷ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ എത്രത്തോളം അനുഭവിച്ചിരിക്കുന്നു അമൃത സുരേഷ്. നമ്മളത് ഓൾറെഡി ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ആ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. അപ്പൊ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയെന്നാണ് ഈ അനുപമ പറയുന്നത്. ഇതുപോലെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവരെ തിരിച്ചറിയാൻ നമുക്ക് പാടായിരിക്കും. കാരണം ആൾക്കാരുടെ മുന്നിൽ ഇവര് നല്ല രീതിയിലായിരിക്കും പെരുമാറുന്നത്. ഒറ്റ നോട്ടത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവരെക്കാളും നല്ലൊരു ആൾക്കാർ വേറെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമുക്ക് തോന്നിപ്പോവും. അതാണ് കാര്യം. ശരിക്കും ഇവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കും, ഭയങ്കര ഇതായിരിക്കും. അത് കാരണം തന്നെ പെൺകുട്ടികൾ അവരുടെ വലയിൽ വീണു പോകാൻ വളരെ എളുപ്പമാണ്.
അപ്പോ ഇവരുടെ വലയിൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അതോടെ തീർന്ന് കാര്യം. പതിയെ പതിയെ ആദ്യമൊക്കെ ഭയങ്കര സംഭവമായിരിക്കും, പിന്നെ പതിയെ ടോക്സിക് ആവാൻ തുടങ്ങും. ഇവരായിരിക്കും പിന്നെ നമ്മുടെ ലൈഫ് ഫുള്ള് തീരുമാനിക്കുന്നത്. എന്ത് കഴിക്കണം, പിന്നെ അതുപോലെ തന്നെ എന്ത് പോസ്റ്റ് ചെയ്യണം, എന്ത് വസ്ത്രം ഇടണം, ആരോട് സംസാരിക്കണം, ആരോട് സംസാരിക്കണം, ഇതെല്ലാം അവരായിരിക്കും തീരുമാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെയാണ് നമ്മളെ അവര് കൺട്രോൾ ചെയ്യുന്നത്. ഒറ്റയടിക്കല്ല ഇവര് എല്ലാം എക്സിക്യൂട്ടീവ് ചെയ്യുന്ന, പതിയെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവര് നമ്മളെ ട്രാപ്പ് ചെയ്യുകയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. ഇത്തരക്കാർക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു അടിമയാണ്. ആ അടിമയാണ് ഇവര് തേടിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറയുന്ന ഒരു പ്രത്യേകതരം രോഗാവസ്ഥയാണ്. ഇതിനെക്കുറിച്ച് അനുഭവം പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം. ഒരു ഭയങ്കര ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് അബൌട്ട് നാർസിസിസം. പീപ്പിൾ തിങ്ക് നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ ദേ ലവ് ദംസെൽഫ് എ ലോട്ട്, ബട്ട് ആക്ച്വലി ദേ ഹേറ്റ് ദംസെൽഫ്. ദേ ആർ ദ മോസ്റ്റ് ഇൻസെക്യൂർ പീപ്പിൾ യു ക്യാൻ ഫൈൻഡ്. They have no self-worth. They are like empty vessel, basically. So, avarku basically vendadu control aanu. Because they have nothing. They want a validation about themselves constantly. They are attention seekers. They need validation to survive. Adana avരുടെ supply. So now, നമുക്ക് വിചാരിക്കാം അപ്പോൾ then they can find a girl who is like പാവമായിട്ടുള്ള പറഞ്ഞത് കേൾക്കുന്ന പെൺകുട്ടിയെ. No. The opposite poles attract. They attract someone who is extremely different from that. Okay. By extremely confident ആയിട്ടുള്ള, independent ആയിട്ടുള്ള, a person who feels extremely secure. അങ്ങനത്തെ ഒരാൾക്കാരെ they target them. And they try to observe them. They kind of mirror them. And then emotionally നമ്മളെ എങ്ങനെ ട്രാപ്പ് ചെയ്യാന്നുള്ളത് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ തെരഞ്ഞു പിടിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ കയറി പറ്റിയിട്ട് അവരെ ഒന്നുമല്ലാതാക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, എന്നിട്ട് അവര് സന്തോഷിക്കും. ആ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ളവർ. ഈ പാവപ്പെട്ട പെൺകുട്ടികളും അത്രയും ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടികളുടെ അടുത്തൊന്നും ഇവര് പിന്നെ റിലേഷൻഷിപ്പിൽ ആവത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെയൊക്കെ അനുസരിപ്പിക്കാൻ പെട്ടെന്നല്ലേ. ഒത്തിരി പിന്നെ എന്താണ് ബോൾഡ് ആയിട്ടുള്ള അനുസരിക്കാൻ പാടുള്ള പെൺകുട്ടികളെയാണ് ഇവര് തേടി പിടിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവരെ കൊണ്ട് അനുസരിപ്പിക്കുമ്പോഴാണ് ഇവർക്ക് ആനന്ദം കണ്ടെത്തുന്നത്. അപ്പൊ എനിക്ക് ഒരു ഉദാഹരണമായി പറയുവാണെന്നുണ്ടെങ്കിൽ, എനിക്ക് എപ്പോഴും ചിലപ്പോൾ ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കാനായിരിക്കും ഇഷ്ടമെന്ന് വിചാരിക്കുക. അപ്പൊ ഇവര് വന്നിട്ട് നമ്മളോട് ചുരിദാർ ഇടാൻ പറയുന്നു. ചുരിദാർ ഇട്ടാൽ മതി, ഇനി മുതൽ അങ്ങോട്ട് ചുരിദാർ ഇട്ടാൽ മതി എന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം അതൊരു ബുദ്ധിമുട്ട്. നമുക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുള്ള ഡ്രസ്സ് പോലും ഇടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് അവരെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ആനന്ദം കണ്ടെത്തും. അതാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഇപ്പൊ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വേറെ ഇടാൻ പറയുമ്പോൾ ഈ നമ്മളെ കേൾക്കത്തില്ലല്ലോ, ഇല്ല പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാലും അവരിങ്ങനെ ടോക്സിക് ആയ നമ്മളെ കൊണ്ട് അത് ഇടിയിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും സ്ഥിരം ആ ഒരു ഡ്രസ്സിൽ നടക്കുമ്പം ആയിരിക്കും അവർ ആ ഒരു ആശ്വാസം. എന്റെ പൊന്നോ, അവര് ഭയങ്കര സമാധാനമായിരിക്കും, അതിലാണ് ആനന്ദം കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ അവർ അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ജീവിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ചിലപ്പോൾ കല്യാണം കഴിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ആകുന്നതിന് മുമ്പ് പെൺകുട്ടികൾ നല്ല സ്മാർട്ടായിട്ട് നല്ല ബോൾഡായിട്ട് നടക്കുന്നവര് പെട്ടെന്ന് ഒതുങ്ങിക്കൂടിയല്ല ഇതായി നടക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരെന്തോ ആ ഒരു തരം റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചതോ അങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. They're extremely good performers. അവരുടെ വീടിന്റെ അകത്ത് അവരുടെ ക്ലോസ് പീപ്പിളിന്റെ അടുത്ത ഒരു രീതിയിലും when they step out of that house they're a total different person. They'll be the most charismatic, the most gentle, kind, shy, charming, very very charming kind of people. So in the initial days they show a version of that to you and they identify your weakness. Appo generally they target empaths who has a lot of empathy. Appo ende oru vishayathil ennu vechayna I'm an empath. അവർ നമ്മുടെ ബേസിക് നേച്ചേഴ്സിനെ ഒബ്സർവ് ചെയ്ത് they try to kind of mirror us. അതായത് നമ്മുടെ വാല്യൂസും അവരുടെ വാല്യൂസും ഏകദേശം ഒരേപോലെയാണ്. ലൈക്ക് ഇപ്പൊ ഞാൻ ഒരു കുറെ ട്രോമകളിലൂടെ കടന്നു പോയതാണ്. അപ്പൊ they will also like slowly start opening up about their traumas and whatever they went through. So we start kind of feeling or empathy or sympathy, connection തോന്നും. Then we start talking about us. അപ്പോ this person would want to know more about us. അപ്പൊ നമ്മുടെ ലൈഫിൽ ഇന്നേ വരെ ഒരാളും ചോദിക്കാത്ത അത്ര ഇൻഫർമേഷൻസ് നമ്മളെ കുറിച്ച് ചോദിക്കുകയും നമ്മൾ അത്രയധികം ഡീപ്ലി മനസ്സിലാക്കുന്ന സമയത്ത് what we psychologically feel is that it's a twin flame. Like vulnerable ആവാണ്, നമ്മൾ extremely vulnerable ആവാണ്. And this love feels so right. They are very very convincing with their performance that it feels so right that you get so connected to the person that you feel like എന്റെ അച്ഛനും അമ്മയും പോയിട്ട് എന്റെ ജീവിതത്തിൽ ഒരാൾക്ക് പോലും എന്നെ ഇത്ര മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ ഇവരെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാര് ഈ ഒരു ടാർഗറ്റ് ഒരാളെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ കുറിച്ച് കംപ്ലീറ്റ് നന്നായിട്ട് ഇവര് പഠിച്ചു വെക്കും. ഇവർക്ക് എന്തെങ്കിലും ചൈൽഡ്ഹുഡ് പിന്നെ ട്രോമാസ് ഉണ്ടോ, അവരുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, അവർ നന്നായിട്ട് ഇതെല്ലാം ഒബ്സർവ് ചെയ്ത് പഠിക്കും.
എന്നിട്ട് ഇവരുടെ മുന്നിൽ ഒരു ഇമോഷണൽ ഡ്രാമ അങ്ങ് കളിക്കും. അതിൽ വീണു പോകാത്ത പെൺകുട്ടികൾ വളരെ ചുരുക്കമാണ്. അപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും പിന്നെ കുട്ടിക്കാലം മുതലേ വഴക്കിടുന്നത് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കുട്ടിക്കാല അനുഭവം ഉണ്ടായെന്ന് നിങ്ങൾ വിചാരിക്കാം. അപ്പൊ പുള്ളിക്കാരൻ എന്റെ അടുത്ത് വന്നിട്ട് പുള്ളിക്കാരന്റെ ലൈഫിനെ കുറിച്ച് പറയുന്നത് എനിക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക്. അപ്പൊ എന്റെ സെയിം അനുഭവമാണ് ആ പുള്ളിക്കാരനുള്ളതെന്ന് ഞാൻ കരുതുമല്ലോ. അപ്പൊ ഭയങ്കര ഒരു ഇമോഷണൽ ഒരു ബോണ്ട് വരും. പിന്നെ പതിയെ പതിയെ ആ പുള്ളിക്കാരനുമായിട്ട് അറ്റാച്ച്മെന്റ് ആവും. പിന്നെ അതൊരു റിലേഷൻഷിപ്പിലെത്തും. അങ്ങനെയാണ് ഒരു ടാർഗറ്റിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവര് പതിയെ ഇവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ പെണ്ണിന്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതിന് ശേഷം ഇവരെന്ത് ചെയ്യും, പതിയെ ഇവരുടെ കാര്യങ്ങൾ ഇട്ട് കൊടുക്കും. നീ അത് ചെയ്യാൻ പാടില്ല, നീ ഇത് ചെയ്യാൻ പാടില്ല, നീ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ പാടില്ല, നീ ആർക്കും കമന്റ് ഇടാൻ പാടില്ല, അതുപോലെ തന്നെ നീ അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല, ആരോട് സംസാരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, പിന്നെ കോൾ വെയിറ്റിംഗ് ആകാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവര് നിയന്ത്രിക്കാൻ തുടങ്ങും. അപ്പൊ അനുഭവം ഇതിനെ കുറിച്ച് പറയുന്നുണ്ടെന്ന് കേട്ടോ. സ്ലോലി ദേ സ്റ്റാർട്ട് ടേക്കിംഗ് കൺട്രോൾ. അത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് അവരെടുക്കുക. അതേ ലൈക്ക് ഭയങ്കര സ്ട്രാറ്റജിസ്റ്റ് ആണ് ആക്ച്വലി. നമ്മൾ കൺട്രോൾ ആണ് അനുവിനെ ഫേസ് ചെയ്യേണ്ടി വന്നത്. ഇവരുടെ കൺട്രോൾ എന്ന് വെച്ചാൽ ഇവരെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയാ, ശരി ഈ ഡ്രസ്സ് നടണ്ട എന്ന് പറഞ്ഞാൽ യു അണ്ടർസ്റ്റാൻഡ് സംതിങ് നോട്ട് റൈറ്റ്. ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഇസ്. നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ ബ്രാഞ്ചസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ സ്ട്രാറ്റജി. അതായത് അവർ കറക്റ്റ് ഡയറക്റ്റ് ആയിട്ടല്ല. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു ദിവസം യു ആർ എ പേഴ്സൺ ഹു വെയർ ജീൻസ് ആൻഡ് ടോപ്പ് എവറി ഡേ. And then one day you feel like wearing a churidar. You walk in with a churidar. This person sees you and you're like, oh, baby, you look so beautiful in churidar. This is the best thing. You look like my wife material. And then you're like, oh, in the chetan, oh my God, he likes it so much. So let me buy one more churidar. Like that, one churidar becomes 2 churidars, 3 churidars, 4 churidars. And then you're in churidars. നമ്മൾ തന്നെ അറിയുന്നില്ല മാറുന്നത്. We transform like that. Baby, the way you were sitting at the dining table and talking today, you were like very controlled, you were very classy, you were very silent. Now you're silent because my partner likes it. ഡൈനിങ് ടേബിളിൽ ഉറക്കെ ചിരിച്ച് സംസാരിക്കുന്ന ആള് സൈലന്റ് ആയി കഴിയുമ്പോൾ ചേട്ടൻ ഇഷ്ടം. സോ യു ലൈക്ക്, ഓ ഹി ലൈക്സ് ഇറ്റ്, സോ ലെറ്റ് മീ ബി ദാറ്റ് വേ. പിന്നെ നമ്മൾ ഇവന്റ്സിന് പോകാൻ വെക്കാം, ഓ ബേബി വൈ ഡു യു വാണ്ട് ടു വെയർ സ്ലീവ്ലെസ് ടുഡേ, ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട്സൈഡ്. Maybe something other comfortable than you'll be like, oh, he cares for me so much, my sleeveless, oh right, I'll change my outfit this time. Next time, even before the event, he'll ask you, what outfit are you wearing today, baby? Number options number send you. Then it becomes mandatory that you send that person photos for permission, what you wear. And then you start wearing whatever that person decides. Other than Instagram, you post something and the person will come and say, you think that photo was appropriate, I think you should avoid that photo. Appo nammal ordinary Instagram photo, we delete that picture. Instantly repost it again. And from the next time he deleted the repost cheyyunnekal elupam endha chetan ayichu kodukka, chetan will accept it and then take the approval and post. You post a comment, adile it shows that you're more affectionate towards your audience. So better you ask chetan for comment. Your song is looking a little korchum goodi endha paraya, what do they call, desperate or something. Like chetan only select the song. ഇവരുടെ കൺട്രോളിലേക്ക് നമ്മൾ ആകുന്നതെന്ന് വെച്ചാൽ അവര് നമ്മളെ ഒരുപാട് പുകഴ്ത്തി സോപ്പിട്ട് ഭയങ്കരമായിട്ട് സ്നേഹിച്ച് അവരുടെ കൺട്രോളിലേക്ക് നമ്മളെ ആക്കുവാണ് ചെയ്യുന്നത്. പതിയെ പിന്നെ നമ്മൾ അവരുടെ കൺട്രോളിലാവും. അപ്പൊ എന്തായാലും ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പൊ ഇത് കാണുന്നവര്, എന്റെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് പേര് ചിലപ്പോൾ ഉണ്ടാവും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവര്. അപ്പൊ ഈ ഒരു ധ്രുവ് വിക്രമിന്റെ ആ ഒരു റിലേഷൻഷിപ്പ് ഇവരുടെ കരിയറിനെ, ഈ അനുപമയുടെ കരിയറിനെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് പുള്ളിക്കാരി പറയുന്നുണ്ട്. അതും കൂടെ കേട്ടു നോക്കാം. നമ്മുടെ ഈ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയില്ലേ, എൻ്റെ ഏറ്റവും വലിയ പ്രൈഡായിരുന്നു ഹൗ പ്രൊഫഷണൽ ഐ ആം ആസ് എൻ ആക്ടർ. 2 വർഷം ഇത്രയും ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു ആക്ടറിനെ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഐ ബിക്കം ദാറ്റ് അൺബിലീവബിൾ. അതായത് ഞാൻ ഭയങ്കര പങ്ക്ച്വലാണ്, ഞാൻ ഭയങ്കര പ്രൊഫഷണലാണ്, എനിക്ക് വർക്കിനോട് ഭയങ്കര പാഷനായിരുന്നു. എവറി പാർട്ട് ഓഫ് മീ വാസ് ഡെഡ്. I stopped looking at people. I stopped looking into their eyes. I stopped smiling. I even stopped touching my brother, my own brother. പേടിച്ചിട്ട് because of fear of the consequences of consequences. Yes, the consequences. So you're clearly walking on eggshells, and when you are walking on eggshells, everyone around you, your family, your staff, everyone, കാരണം എന്റെ മൂഡ് ഒരാളുടെ മൂഡിനെ ബേസ് ചെയ്തിരിക്കും. If that person is extremely happy, I am very happy. If that person is extremely sad, I am sad. I am stressed. You understand? കുറച്ചൊരു മുഖത്തിലൊരു മാറ്റം വന്നാൽ മതി, I am stressed. എന്റെ സ്ട്രെസ് ഉണ്ടെങ്കിൽ റിവേഴ്സ്, everyone, family is affected, staff is affected, entire location is affected.
We had to stop shooting so many times because I have a mental breakdown and I'll go into the vanity and the makeup ഒക്കെ ഒലിച്ചു പോകും. Again we have to come reshoot again. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ. അപ്പം ഈ ഒരു 2 വർഷമായിട്ട് അനുപമ ഈ ഒരു ലെവലായി. അപ്പൊ വർഷങ്ങളോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഇതുപോലുള്ളവരുടെ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയോ. എന്താവൂല അവരുടെ അവസ്ഥ? എത്രയോ ആളുകൾ ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ പെട്ടുകിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീകരമായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം.